ഞാൻ എൻ്റെ 2-3 കൂട്ടുകാരികളുടെ അഭിപ്രായത്തെ മാനിച്ച് തീയൽ എല്ലാവർക്കും വെക്കാനറിയാം. അപ്പം ഞാൻ എങ്ങനെയാണ് തീയൽ വെക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ തീയലിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന കഷ്ണം വഴുതനങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് തക്കാളിപ്പഴം, കൊച്ചുള്ളിയാണ് വേണ്ടത്. എനിക്ക് കൊച്ചുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അരമുറി സവാള എടുത്തിട്ടുണ്ട്, പിന്നെ മുരിങ്ങക്കയാണ്. അപ്പം മുരിങ്ങക്ക ഞാൻ കീറിയിട്ട് മഞ്ഞളും ഉപ്പും ചേർത്തിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇത്രയും മഞ്ഞളും ഉപ്പും ചേർത്ത് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. കാരണം തീയലിൻ്റെ അരപ്പിട്ട് കഴിഞ്ഞിട്ട് മുരിങ്ങക്ക ഇട്ട് വേവിക്കാൻ പറ്റത്തില്ല. ഇതെല്ലാം വയറ്റുന്ന സംഭവമാണ്. അതിനകത്ത് മുരിങ്ങക്ക ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് അത്ര അങ്ങോട്ട് ഇതായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ തീയൽ വെക്കുന്ന സമയത്ത് മുരിങ്ങക്ക ഒരിത്തിരി ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്തിട്ട് പുഴുങ്ങി വെക്കാറാണുള്ളത്. ഒന്ന് വേവിച്ച് വെക്കും. എന്നിട്ട് അതിൽ നിന്ന് ആ മുരിങ്ങയ്ക്ക് അതിൻ്റെ വെള്ളവും കൂടെ അരപ്പ് ചേർത്തതിന് ശേഷം തീയലിലേക്ക് ഒഴിക്കണം. അതൊക്കെ അന്നേരം ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതെല്ലാം വഴറ്റുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. പിന്നെ മസാല ഐറ്റംസ് വേണം, അതെല്ലാം ഞാൻ അതിലേക്ക് ചേർക്കുന്ന സമയത്ത് കാണിച്ചു തരാം. തേങ്ങ വറക്കാനായിട്ട് ഞാൻ എടുക്കുന്നത് ഇങ്ങനെയാണ്. എനിക്കിവിടെ പൊടി ഐറ്റംസ് ഉള്ളതുകൊണ്ട് വറമുളകും മുഴുവൻ മല്ലി ഇല്ല എന്ന് വെച്ചാൽ ഈ പൊടിക്കാത്ത മല്ലി അതെൻ്റെ ഇല്ലാത്തതുകൊണ്ട് പൊടിയാണുള്ളത്. അപ്പം ഞാനത് ചേർക്കുന്ന സമയത്ത് കാണിച്ചു തരാം. വറക്കാനായിട്ട് ഞാൻ എടുക്കുന്നത് തേങ്ങയും അതിലേക്ക് ഇത്രയും കുരുമുളകുമാണ്. ഒരു 10-15 നണി കുരുമുളക് ഞാൻ അതിൽ ചേർക്കാറുണ്ട്. എല്ലാവരും ചേർക്കാറുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇത് മാത്രമേ തേങ്ങ വറക്കാനായിട്ട് ചേർക്കാറുള്ളൂ. പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർക്കാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് വറക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ തേങ്ങ നിങ്ങളുടെ വലിയ വലിയ പീസായിട്ടാണ് ഉള്ളതെങ്കിൽ നിങ്ങളത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഇതുപോലെ ഗ്രേറ്റ് ആക്കി എടുക്കുക. കണ്ടോ, ഇതിപ്പോൾ എല്ലാ തേങ്ങ ഒരേ പരുവത്തിനായതുകൊണ്ട് നമുക്ക് വറുത്തെടുക്കാനും പറ്റും. പിന്നെ തേങ്ങ തീ കൂട്ടിയിട്ട് വറക്കരുത്. അതുപോലെ ഇതേപോലത്തെ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം. അതിന് പെട്ടെന്ന് ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതാവുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ തീയൽ എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ കുറച്ച് പുളി വേണം. അതൊക്കെ ഞാൻ അതിൻ്റേതായ സമയത്ത് അത് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമായിട്ട് പറഞ്ഞു തന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ വായു നമുക്ക് നോക്കാം. ഞാനിവിടെ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി വെച്ചിട്ട് ചട്ടി നല്ല ചൂടാവട്ടെ. അപ്പോൾ എൻ്റെ ചട്ടി ഒരു മീഡിയം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാട് ചട്ടി ചൂടായിട്ടില്ല, കാരണം ഇത് ഇരുമ്പ് ചട്ടി ആയതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ ഇട്ട് കൊടുത്തത്. ഇനി ഈ തേങ്ങയുടെ ഒരു പച്ച വെള്ളമയം ഉണ്ടല്ലോ, ആ വെള്ളമയം ഒന്ന് വറ്റിയിട്ട് തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉണങ്ങി വരുന്ന പോലെ വരും നമുക്ക്. ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അന്നേരം ഞാൻ കാണിച്ചു തരാം. ഇതൊരു 10-15 മിനിറ്റ് എടുക്കും ഇതിങ്ങനെ എടുക്കുക. തേങ്ങ എപ്പോഴും സ്ലോ ആയിട്ട് ഇട്ട് തന്നെ വറുത്തെടുക്കണം കേട്ടോ. ഇതാ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ, ഇതിൻ്റെ ഈ വെള്ളമയം മാറിയിട്ട് ഈ തേങ്ങ ഒന്ന് ഉണങ്ങിയ പോലെ ആയിട്ടുണ്ട്, ഒരു ഡ്രൈ ആയിട്ടുണ്ട്. ആ പച്ച വെള്ളത്തിൻ്റെ ആ ഒരു മയം തേങ്ങയിൽ അങ്ങ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയമാകുമ്പോഴത്തേന് ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഞാനിത് വെള്ളത്തിനകത്ത് അരയ്ക്കുന്ന അല്ലാത്തതുകൊണ്ട് കുറച്ച് തീയലിന് വെളിച്ചെണ്ണ ഇത് വേണം കേട്ടോ. ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇനി അടുത്ത പരുവാകുമ്പോൾ ഞാൻ അടുത്തത് എന്താ ചേർക്കേണ്ടത് നിങ്ങൾക്ക് തേങ്ങയുടെ വെള്ള കളർ മാറിയിട്ട് ഒരു ക്രീം കളർ പോലെ ആവും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഈ തേങ്ങയെല്ലാം ഗ്രേറ്റ് ചെയ്ത് ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ കണ്ടോ, ഒരേ ഇതായിട്ട് തന്നെ ഇതിനകത്തൊന്നും വെളുത്ത് കിടക്കത്തില്ല, എല്ലാം ഒരേ അളവിൽ തന്നെ കളറാവും. ഈ സമയത്ത് നിങ്ങളിതിലേക്ക് മുളകായിരുന്നെങ്കിൽ മുളക് പൊടിക്ക് പകരം മുളകായിരുന്നെങ്കിൽ മുളക് ഇടുക. അതുപോലെ തന്നെ മുഴുവൻ മല്ലി ആയിരുന്നെങ്കിൽ മുഴുവൻ മല്ലി ഇടുക. അതിനോടൊപ്പം തന്നെ താണ്ട് ഒരു 4-10 തണിയോളം ഉലുവ ചേർക്കുക. ഞാൻ ഉലുവ മാത്രമാണ് ചേർക്കുന്നത് കേട്ടോ, കാരണം ഞാൻ ബാക്കി പൊടികളാണ് ചേർക്കുന്നത്. ഒരുപാട് ഉലുവ വാരി ഇടരുത്, കഴിക്കും. ഒരു 4-5 തണിയേ ഇടാവും. അതുപോലെ തന്നെ നമ്മുടെ സാമ്പാറിന് വറക്കുന്ന പോലത്തെ കളറല്ല, കുറച്ചും കൂടെ നല്ല ബ്രൗണായ കളറായിരിക്കണം തീയലിന് വറക്കുമ്പോൾ. കണ്ടോ, തേങ്ങ ഇത്രയും ബ്രൗൺ ആവുക. ഞാൻ ഇതിൻ്റെ തീ ഓഫ് ചെയ്യും, കാരണം എന്താ വെച്ചാൽ ഇത് ഇരുമ്പിൻ്റെ ചട്ടിയായിട്ട് അതിൽ തേങ്ങ കിടന്ന് കരിഞ്ഞു പോയിരിക്കാൻ ഞാൻ തീ ഓഫ് ചെയ്യാണ്. കണ്ടോ, ഒരെണ്ണം പോലും വെളുത്ത് കാണുന്നില്ല നിങ്ങൾക്ക്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കുകയാണ്. നിങ്ങളുടെ എരിക്ക് ആവശ്യത്തിനുള്ള പൊടികൾ. നിങ്ങൾ ആദ്യം വറമുളക് ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പൊടി ചേർക്കരുത് കേട്ടോ. ഞാൻ എനിക്ക് ആവശ്യത്തിനുള്ള പൊടിയും ഇതും ചേർക്കുകയാണ്. എപ്പോഴും മുളക് പൊടി ചേർക്കുന്നതിൻ്റെ നേരെ പകുതിയെ മല്ലിപ്പൊടി ചേർക്കാവും. ഓക്കെ, അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കണം. നമ്മുടെ കറിക്ക് എത്ര മഞ്ഞപ്പൊടി ആവശ്യമുണ്ടോ അതിൻ്റെ പകുതി മഞ്ഞപ്പൊടി നമ്മൾ ഇതിലേക്ക് ചേർക്കുക. ബാക്കി മഞ്ഞപ്പൊടി നമുക്ക് കറിക്കകത്തേക്ക് ചേർക്കാം. ഞാൻ 1 സ്പൂൺ മഞ്ഞപ്പൊടിയാണ് കറിക്ക് ചേർക്കാൻ പോകുന്നത്. അതിന് 1/4 സ്പൂണോളം ഞാൻ തേങ്ങ വറുത്തതിനകത്ത് ചേർക്കുന്നു. കണ്ടോ, ഇപ്പോൾ ആ തേങ്ങയുടെ കളർ കണ്ടോ നിങ്ങൾക്ക്. ഇനി ഇത് വെള്ളം ചേർക്കാതാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അന്നേരം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് വയ്ക്കാനുള്ള ചട്ടി അടപ്പേ വെച്ചിട്ട് ഒരു ചെറിയ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടുക് ഇടുകയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ സവാള, വഴുതനങ്ങ 2 ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നാൽ ഞാൻ പറഞ്ഞില്ല, ഞാനിവിടെ മുരിങ്ങയ്ക്ക് ഉപ്പും ഇട്ട് വെച്ചിട്ടുണ്ട്, ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ കഷ്ണത്തിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞപ്പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ നമ്മൾ തേങ്ങ വറുത്തപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി 1/4 സ്പൂണും കൂടെ നമുക്കിത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നല്ലോണം നമുക്ക് തുറന്ന് വെച്ച് തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ. നിങ്ങളൊരിക്കലും ഇതിനെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയും കൂടെ എണ്ണ ഒഴിക്കാം. എനിക്ക് പക്ഷേ എണ്ണ ഇനി അധികം വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ ഒഴിക്കാത്തത്. അപ്പോൾ നല്ലോണം ഇത് വാടുന്ന വരെ നമുക്കിതിനെ വഴറ്റിയെടുക്കണം. അപ്പോഴത്തേന് പോയി നമുക്ക് തേങ്ങയൊക്കെ അരച്ചുകൊണ്ട് വരാം. അതുകൊണ്ട് തേങ്ങ ഞാനിവിടെ മിക്സിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ തേങ്ങയുടെ കളറ്. ഇനി തേങ്ങയ്ക്കകത്തൊന്നും ഞാൻ ഒട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. തേങ്ങ മാത്രമാണ്. തേങ്ങയുടെ ചൂട് പോയതിന് ശേഷം അരയ്ക്കേണ്ടത്. ആദ്യം നമ്മളിതിനെ പൾസ് ചെയ്ത് വേണം അരയ്ക്കാനായിട്ട്. ഓക്കെ, ഇതുണ്ട്, ഇത് മിക്സിയിൽ വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതിനെ പൾസ് ചെയ്ത് അരച്ചതിന് ശേഷം എങ്ങനെയാണെന്നുള്ളത് സ്റ്റേജ് കാണിച്ചു തരാം. കണ്ടല്ലോ, ആദ്യത്തെ ഒരു 2 സെക്കൻഡ് പൾസ് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി ഇതിൻ്റെ സൈഡ് വശത്തുള്ള എല്ലാ സ്പൂണും കൊണ്ട് ഇങ്ങനെ തോണ്ടിയിട്ടിട്ട് വീണ്ടും പൾസ് ചെയ്യുക. ഇതാ വീണ്ടും ഒരു തവണയും കൂടെ ഞാൻ പൾസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേന് ആ തേങ്ങ കണ്ടോ നല്ല പൊടിയായിട്ടുണ്ട്. ഇനി ഇതിനെ സാധാ നോർമലായിട്ട് തന്നെ നമ്മളിതിനെ നല്ലപോലെ അരയ്ക്കുക. അരച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. വെള്ളം ചേർത്തിട്ടില്ല, അരച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം.
ഇതാ നമ്മൾ ആ തേങ്ങ വറക്കാനെ കൊണ്ട് ഒഴിച്ച എണ്ണയാണ് ആ തെളിഞ്ഞ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഈ എണ്ണയിൽ തന്നെ ഇത് അരച്ചെടുക്കണം. അല്ലാതെ നമ്മൾ വേറെ എണ്ണയോ വെള്ളമോ ഒന്നും ചേർക്കരുത്. ഇങ്ങനെ തന്നെ ഇത് നിങ്ങൾ തീയലിന് അരച്ചെടുക്കണം. വെള്ളം ചേർത്ത് അരയ്ക്കുന്നതും ഇങ്ങനെ അരയ്ക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ ഒന്ന് അരച്ച് നോക്കണം. അപ്പം ഞാനിത് ഫുൾ അരച്ചതിന് ശേഷം ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ്. ഇതാ കണ്ടല്ലോ, കണ്ടോ? ഇതാ വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ തേങ്ങ നല്ല ഫൈനായിട്ട് അരഞ്ഞേക്കുന്നതാണ്. കണ്ടോ? ഒട്ടും ഞാൻ വെള്ളം ചേർത്തില്ല. വെള്ളം ചേർത്താൽ അതിൻ്റെ കളറേ മാറും. കണ്ടേ, കറക്റ്റായിട്ട് അരഞ്ഞിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരഞ്ഞിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. കറി എന്തോ ആയി നമുക്ക് നോക്കിയാലോ. ബായ്. ഇപ്പോൾ കണ്ടല്ലോ, നിങ്ങൾക്ക് അതെല്ലാം നല്ലപോലെ വാടി പോലെ തോന്നുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് തക്കാളിപ്പഴം ഇട്ട് കൊടുക്കാം. തക്കാളിപ്പഴം വേണമെന്നൊരിട്ടാൽ മതി, ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ തീയലിലേക്ക് തക്കാളിപ്പഴം ഇട്ട് കൊടുക്കാം. തക്കാളിപ്പഴത്തിൻ്റെ എല്ലാം വെള്ളം നല്ല തീന്ന് വറ്റി ഇത് നല്ല വയണ്ട് വന്നതിന് ശേഷമേ ഞാൻ ഇതിലേക്ക് അരപ്പ് ചേർക്കാറുള്ളൂ. അതുകൊണ്ട് ഒരു 2 ദിവസം വരേക്കും ഈ തീയൽ ഞാൻ പുറത്ത് വെച്ചാൽ തന്നെ കേടാവാറില്ല. എത്ര ചൂടാണെങ്കിലും തീയൽ കേടാവത്തില്ല. നമ്മുടെ കഷ്ണങ്ങളെല്ലാം നല്ല വെന്ത് നല്ല ഇതായിട്ടുണ്ട്. ഇതിലേക്ക് ഈ സമയത്ത് നമുക്ക് ഈ മുരിങ്ങക്ക വേവിച്ചില്ലേ, മുരിങ്ങക്കയുടെ വെള്ളം ചേർക്കുന്നില്ല. ഞാൻ ആ മുരിങ്ങക്ക മാത്രം പറക്കി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും. മുരിങ്ങക്കയുടെ വെള്ളം ഒഴിക്കട്ടെ, അത് നമുക്ക് ലാസ്റ്റ് ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. കണ്ടോ, എല്ലാ കഷ്ണവും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ അരപ്പൊഴിച്ച് കൊടുക്കാം നമുക്ക്. ഓക്കെ, ഇത് ഫുള്ള് ഒഴിക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഒഴിക്കാൻ പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. താണ്ട് ഇവിടെ ഞാൻ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളമാണ്. ആ ചൂടുവെള്ളം ഇതിനകത്തേക്ക് ഈ ജാറ് ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിക്കാനെ കൊണ്ട് പോകണം. അപ്പോൾ അതെനിക്ക് ഫോൺ വെച്ച് കാണിക്കാൻ പറ്റത്തില്ല. ഞാനത് ഒഴിച്ചതിന് ശേഷം കാണിക്കാം. പക്ഷേ അതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അരപ്പിട്ടതിന് ശേഷം ഈ അരപ്പ് ഇതിൻ്റെ എല്ലാ ഭാഗത്ത് പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം കഷ്ണം. കണ്ടോ? ഇനി വേണം നമ്മളിതിലേക്ക് വെള്ളം ചേർക്കാം. ഓക്കെ, ഇനി ഞാനിതിലേക്ക് വെള്ളം ചേർത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. മുരിങ്ങയ്ക്ക് എപ്പോഴും തീയലിനിടുമ്പോൾ നിങ്ങൾ കീറി തന്നെ ഇടണം കേട്ടോ. സാമ്പാറിനിടുന്ന പോലെ ഇങ്ങനെ ഒറ്റ കഷ്ണമായിട്ട് ഇടരുത്. ഇങ്ങനെ നടുവേ പിളർത്തി തന്നെ മുരിങ്ങയ്ക്ക ഇടണം. അതുപോലെ മുരിങ്ങയ്ക്ക ഒരുപാട് അങ്ങ് വെന്തുടച്ചതിന് ശേഷം ഇതിലേക്ക് ചേർക്കരുത്. ഒരിത്തിരി ഒന്ന് അതിൻ്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടി മാത്രമേ വേറെ ഇത് പുഴുങ്ങാവൂ. ഇല്ലെങ്കിൽ ഇത് ഇടുമ്പോൾ പിരിന്നു പോകും. കണ്ടോ? ഇപ്പോൾ ഇത് ഈ പരുവാണ്. ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ചേർത്തിട്ട് കാണിച്ചു തരാം. വെള്ളമൊക്കെ നിങ്ങളുടെ പരുവത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അത്. ഇത്തിരി കൂടിപ്പോയെന്ന് പറഞ്ഞ് നിങ്ങൾ ടെൻഷനൊന്നും ആവേണ്ട. അത് നമുക്ക് തുറന്ന് വെച്ചിട്ട് വറ്റിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. പോരാ, എനിക്ക് ഇത്രയും വെള്ളം പോരാ. നമുക്കിനി ഇതിലേക്ക് പുളിയൊക്കെ ചേർത്തിട്ട് ചേർക്കാം. കണ്ടോ? ഇപ്പോൾ ഇങ്ങനെയാണുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ ആ മുരിങ്ങ പുഴുങ്ങിയില്ലേ, ആ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കും. ഇത് നല്ല ചൂടുവെള്ളം, മുരിങ്ങ പുഴുങ്ങിയ വെള്ളം അത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് എനിക്ക് പുളി ചേർക്കണം. നിങ്ങളുടെ ആവശ്യത്തിനുള്ള പുളി ചേർക്കുക. എന്നിട്ട് ഉപ്പ് ചേർക്കുക. ഉപ്പ് നോക്കിയിട്ട് ചേർക്കണം. നമ്മൾ ആദ്യം കഷ്ണത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് നോക്കിയിട്ട് ചേർക്കുക. ഇത് കണ്ടോ, കഷ്ണം ഒന്നും ഉടഞ്ഞ് പോകാതെ കണ്ടോ, നല്ല ഇതായിട്ട് തന്നെ നിങ്ങൾക്ക് തീയൽ കിട്ടും. ഇത്തിരിയും കൂടെ വെള്ളം വേണമെങ്കിൽ ചേർക്കാം. ഞാനിനി അതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാം ബാക്കി. ഇനി ഇത് ഒരു മീഡിയം തീയിലിരുന്ന് തിളച്ച് നല്ല തീയൽ പറ്റി എണ്ണയൊക്കെ തെളിയണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ എല്ലാവരും കാണിച്ചായിരുന്നു. പക്ഷേ തീയലിപ്പോൾ എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേന് തീയൽ ഫിനിഷ് ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിതിപ്പോൾ ഇങ്ങനൊരു ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ അരച്ച ഈ തേങ്ങയുടെ മസാലയിൽ തന്നെ നിങ്ങൾക്ക് കോവയ്ക്ക തീയൽ വെക്കാം, പാവയ്ക്ക വെക്കാം, വെണ്ടയ്ക്ക വെക്കാം. പിന്നെ ഇപ്പം ഞാൻ വിട്ടോടെ വഴുതനങ്ങ വെക്കാം, ഉരുളക്കിഴങ്ങും ഉള്ളിയും വെച്ച് വെക്കാം, പച്ചച്ചെമ്മീൻ തീയൽ, അതേപോലെ തന്നെ ഉണക്കക്കൊഞ്ചും ചക്കക്കുരും മുരിങ്ങക്കയും കൂടിയിട്ടുള്ളത്. പിന്നെ അതിനകത്തെന്ന് പറഞ്ഞാൽ പടവലങ്ങയുണ്ട് നമ്മുടെ പച്ചക്കറിക്കകത്ത് കിട്ടുക. പടവലങ്ങയും തക്കാളിപ്പഴവും കൊച്ചുള്ളിയും കൂടി ഇട്ടിട്ട് അത്രയും ഐറ്റംസ് നമ്മുടെ ഇപ്പം ഞാൻ വറുത്തരച്ച തേങ്ങയുടെ മസാലയിൽ നിങ്ങൾക്ക് തീയലായിട്ട് തന്നെ വെക്കാം. അത്രയും സാധനം കൊണ്ട് ഇതേമാതിരി നിങ്ങൾക്ക് തീയൽ വെക്കാം. പച്ചക്കൊഞ്ചൊക്കെ ഇട്ട് തീയൽ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു അരപ്പിനകത്ത് അത്രയും സാധനങ്ങളുടെ തീയൽ വെക്കാൻ പറ്റും.